ഹലോ എവരിവൺ. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെ എന്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ പറയാൻ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ കാണും. ഫോക്കസ്, കോൺഫിഡൻസ്, ഹോപ്പ്, മോട്ടിവേഷൻ, പെർസിസ്റ്റൻസ്, അങ്ങനെ പലർക്കും പറയാൻ പല പല ഘടകങ്ങൾ കാണും. എന്നാൽ നമ്മളൊക്കെ മറന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് പേഷ്യൻസ് അഥവാ ക്ഷമ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലാണ്, അല്ലെ? എന്ത് കാര്യവും വളരെ നിമിഷ നേരം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് കാര്യങ്ങൾ ഇന്ന് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ വിരൽത്തുമ്പിൽ ആ സംശയങ്ങൾക്കുള്ള മറുപടികളുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും എന്തും നമുക്ക് വിരൽത്തുമ്പിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനേലും ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അല്പം നേരം നിങ്ങളൊന്ന് കാത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കും തന്നെ അതിന് താല്പര്യവും ഇല്ല. നമ്മൾ ആകെ ഇറിറ്റേറ്റഡ് ആകും. അവിടെ നമ്മുടെ ക്ഷമയില്ലായ്മയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ നമ്മൾ വിജയിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്നു, ഒരു മീനിങ് ഫുൾ ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ക്ഷമ കൂടിയേ തീരും. നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട്, അല്ലെ ഒരു സ്ഥിരത നിലനിർത്തുന്ന തരത്തിലുള്ള വിജയങ്ങൾ നമ്മുടെ ലൈഫിൽ നേടിയെടുക്കണമെങ്കിൽ അവിടെ ക്ഷമയില്ലാതെ നമുക്ക് സാധിക്കില്ല. അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിലായാലും ശരി, കരിയറിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിലും ക്ഷമയുടെ മേൽ നമ്മൾ പണിതുയർത്തുന്ന ഈ പറയുന്ന ഘടകങ്ങളാണെങ്കിൽ മാത്രമേ അത് സ്ഥിരതയോടെയും സ്ഥായിയോടെയും നിലനിൽക്കുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് നേടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകുന്നതുമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഈ ക്ഷമ എന്ന് പറയുന്ന ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കാത്തത്? പലപ്പോഴും ക്ഷമയില്ലാതെ വരുന്നതിന് കാരണമായിട്ട് വരുന്നത് നമ്മൾക്കൊക്കെ ഉള്ള സെറ്റ് ഓഫ് മിസ്പെർസെപ്ഷൻസ് ആണ്. ചില തെറ്റിദ്ധാരണകൾ, നമ്മളൊക്കെ വെച്ചു പുലർത്തുന്ന ചില വിശ്വാസങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കൊക്കെ എല്ലാം പെട്ടെന്ന് നേടിയെടുക്കണം. എത്രയും പെട്ടെന്ന് കഷ്ടപ്പെടാതെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലെ? ജീവിതത്തിൽ വെല്ലുവിളികളുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ അവിടെ അധ്വാനം ആവശ്യമുണ്ട്, സമയം അതിന് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ നമ്മൾ തയ്യാറാകാതെ വരുമ്പോഴാണ് ഈ ക്ഷമയില്ലാതെ നമ്മൾ ആ കാര്യങ്ങൾ പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്നത്. അതിന്റെ നഷ്ടവും ജീവിതത്തിൽ നമുക്ക് തന്നെയാണ് പിന്നീട് ഉണ്ടാകുന്നത്. ജീവിതത്തിലെ സ്ട്രഗിൾസ് അഥവാ വെല്ലുവിളികളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റായ ചില വിശ്വാസങ്ങളുണ്ട്. അതാണ് നമുക്ക് ഈ ക്ഷമയില്ലായ്മയിലേക്കും അതുവഴി പരാജയത്തിലേക്കും കൊണ്ടുവന്നെത്തിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടണം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാം ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരിയറിൽ ഒരു ഡെവലപ്മെന്റ് ആകാം. അപ്പൊ അതിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഫേസ് ചെയ്തേ പറ്റൂ, അല്ലെ? പകരം നമ്മളുടെ മനസ്സിൽ അന്നേരം തോന്നുന്ന ചിന്ത എന്താണ്? എന്റെ ഗോള്, ഞാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം നേടിയെടുക്കാൻ ഒരിക്കലും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അല്ലെങ്കിൽ ഇനി മുതൽ ഞാനൊന്ന് നന്നാകണം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണമെന്ന് ഓർത്ത് ലൈഫിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിലെങ്കിലും ഒക്കെ നമ്മൾ അതിൽ നിന്ന് ഒന്ന് വീണ് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന, എന്നെ കൊണ്ട് ഒരിക്കലും മാറ്റങ്ങൾ, എൻ്റെ നല്ല മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കില്ല, ഞാൻ ഒരിക്കലും മാറില്ല, എൻ്റെ ജീവിതം എപ്പോഴും പരാജയമാണ്, അല്ലെ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പലരും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പറയുന്ന വാക്കുകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കാര്യവും നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിരാശയിലേക്ക്, പല നെഗറ്റീവ് കാര്യങ്ങളിലേക്കാണ് കൊണ്ടുവന്നെത്തിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രസ്ട്രേഷൻ, നിരാശയാണ്. നമ്മൾ നേടാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്ന് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ലൈഫിൽ ആകെ നിരാശ വന്നു നിറയും. ഈ നിരാശ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ നമ്മൾ അതിന് ഇതിലെ മറികടന്ന് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് കരുതി അതിൽ തന്നെ കുടുങ്ങിക്കിടന്നാൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവുകയാണ്. തുടർന്ന് നമുക്ക് എന്ത് വരും? ദേഷ്യം വരും, അല്ലെ? നിരാശയും ദേഷ്യവും ഒക്കെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ പരസ്പരം ഇന്റർ കണക്ട് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ദേഷ്യം വരികയാണ്. ഈ ദേഷ്യം വന്നു കഴിയുമ്പോൾ ചിലർ എന്ത് ചെയ്യും? ആ കാര്യം അവിടെ ഇട്ടെറിഞ്ഞേച്ചു പോകും. ചിലര് അല്ലാതെ മറ്റുള്ളവരോട്, നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒക്കെയാലും ബാധിക്കും. നമുക്ക് ഉള്ള ചില പ്രശ്നങ്ങളുടെ ആ ദേഷ്യം നമ്മൾ മറ്റുള്ളവരോടും പ്രകടിപ്പിക്കും. അപ്പൊ അവർക്ക് അതെന്താണ്, എന്തുകൊണ്ടാണ് ഈ വ്യക്തി ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ അറിയണമെന്നില്ല.
അങ്ങനെ അത് റിലേഷൻഷിപ്പിനെ ഒക്കെ അഫക്റ്റ് ചെയ്യും. അപ്പം ഇതിനെയൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പേഷ്യൻസ് നമുക്ക് ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന്റെ ഫലമായിട്ട് ഈ ഫ്രസ്ട്രേഷനും ആങ്കറും ഒക്കെ കുറയ്ക്കാനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടോ നമ്മളെ സഹായിക്കും. പേഷ്യൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അതൊരു വലിയ കാര്യമാണ്. നമ്മൾക്ക് കേൾക്കുമ്പോൾ ഇത് ഇത്ര വലിയ സംഭവമാണെന്ന് തോന്നും. എന്ത് കാര്യം നേടാൻ ഇറങ്ങിയാലും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും സമയം എടുത്തിട്ടാണെങ്കിലും ഞാനത് നേടും എന്ന് നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടായെങ്കിൽ ആ കാര്യം നേടിയെടുക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം ക്ഷമ എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം ഈ ട്രസ്റ്റാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം വേണം. അത് മാത്രം പോരാ, നമ്മൾ മറ്റുള്ളവരെയും ഈ ലോകത്തെയും ഒക്കെ വിശ്വസിക്കാൻ തയ്യാറാകണം. ഈ ഒരു കാര്യം പറയുമ്പോൾ പലർക്കും അതിനോട് വിയോജിപ്പ് കാണും. കാരണം അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ചിലപ്പം ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം. മറ്റുള്ളവർ വിശ്വാസവഞ്ചന കാണിച്ചത്, അല്ലെങ്കിൽ ചുറ്റുപാട് എവിടോട്ട് തിരിഞ്ഞാലും അവിടെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അവർക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ മറ്റുള്ളവരെ ആണെങ്കിലും അല്ലെങ്കിൽ ലോകത്തെ ആയാലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്ന് എന്ന് കരുതുമ്പോൾ നമുക്ക് ജീവിക്കാൻ തോന്നില്ല. ഒന്നും നേടാനായിട്ട് അതിനുള്ള ഒരു കഴിവ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിലും അല്ലെങ്കിൽ ചുറ്റുപാടുകളിലുമൊക്കെ ചതിയും വഞ്ചനയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം ഇടയിലും നന്മകളും അല്ലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളെ വിശ്വസിക്കുന്നതിനോടൊപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനും ഈ ക്ഷമയൊക്കെ പോലെയുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് കാര്യം നടക്കണമെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം ഉണ്ട് എന്നുള്ളത്, അല്ലെ? ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു ട്രാഫിക്കിൽ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്, നമുക്ക് ആകെ ദേഷ്യമാണ്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, ഏതൊക്കെ ഒരു ബ്ലോക്കിൽ നിങ്ങൾ പെട്ട് കിടക്കുകയാണ്, എല്ലാ വണ്ടിക്കാർക്കും ക്ഷമയില്ലാത്ത ഒരു സാഹചര്യമാണ്. നമ്മളെല്ലാം തിരക്ക് പിടിച്ച ഒരു കാര്യത്തിലാണ്. പക്ഷെ ആ ഒരു ബ്ലോക്ക് മാറും, അല്ലെങ്കിൽ അതിനൊന്ന് കാത്തിരിക്കാനായിട്ട് ഒന്ന് അല്പം സ്ലോ ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങളിൽ സ്ലോ ഡൗൺ ചെയ്യേണ്ടത് തന്നെ നമ്മൾ പഠിക്കുക തന്നെ വേണം. അങ്ങനെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. ചില കാര്യങ്ങൾക്ക് അല്പം ക്ഷമയും സമയവും ഒക്കെ എടുക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ നമുക്ക് ലൈഫിൽ കൂടുതൽ വിജയിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മൈൻഡ് ആയാലും കുറച്ച് ഫ്രീ ആക്കി എടുക്കാനായിട്ട് ഈ ഒരു ചിന്താഗതി നമ്മളെ സഹായിക്കും. എങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ അധികം സ്ട്രഗിൾ ചെയ്യാതെ ഈ ക്ഷമ ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ രണ്ട് കാര്യങ്ങൾ അല്ലെ ഒരു 2 മന്ത്രങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പറയാൻ നിങ്ങൾ തയ്യാറായാൽ മതി. അതിലൊന്ന്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളോട് തന്നെ പറയുക, ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും, അത് തീർച്ചയാണ് എന്ന് നിങ്ങളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുക. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അവിടെ എന്താണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്? ക്ഷമ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടി നിങ്ങൾ ഈ വാക്കുകളിൽ ആഡ് ചെയ്യണം. അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെ? എൻ്റെ ജീവിതത്തിൽ എന്തു പ്രശ്നം ഉണ്ടായാലും ഇതൊക്കെ മാറി നാളെ ഒരു നല്ല അവസ്ഥ എനിക്ക് വരും എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുന്നതിനോട് ഒപ്പം തന്നെ നമുക്ക് ഈ പേഷ്യൻസും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി 2ാമത്തെ മന്ത്രമാണ് ദിസ് ടു ഷാൽ പാസ്. ഇതും കടന്നു പോകും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, എത്ര ബുദ്ധിമുട്ടുള്ള ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ മുമ്പോട്ട് ഇനി എനിക്ക് ഒരടി ഇല്ല എന്ന് നമ്മൾ കരുതി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മളോട് തന്നെ നമ്മൾ പറയുക, ഇതും കടന്നു പോകും. പുറകോട്ടൊന്ന് ചിന്തിക്കാൻ തയ്യാറാകുക. നമ്മുടെയൊക്കെ ലൈഫിൽ പല സിറ്റുവേഷനുകളും നമുക്ക് തോന്നിയിട്ടുണ്ട്, ഇനി ഞാൻ മുമ്പോട്ടില്ല, ഞാൻ വീണു, ഞാൻ തകർന്നു, ഇല്ലാതായി എന്ന്. പക്ഷെ അതൊക്കെയും താണ്ടി നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ വരെ വന്ന് നിൽപ്പുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെ ഘടകം എന്ന് പറയുന്നത് ആ ഒരു കാര്യവും കടന്നു പോകും എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ അത് നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എടുക്കുക. ഇതും കടന്നു പോകും. ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ലൈഫിൽ ബ്ലോക്ക് ഉണ്ടാക്കിയേക്കുന്ന സിറ്റുവേഷനും എൻ്റെ ലൈഫിൽ നിന്ന് കടന്നു പോകും എന്നുള്ള കാര്യം നമ്മളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ ഒരു അവസ്ഥ കടന്നു പോകുമെന്ന് നിങ്ങൾ പറയാനും തയ്യാറായി കഴിഞ്ഞാൽ ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു വലിയ ക്വാളിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.